അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 4 ക്ലാസ്സുകളിലായി സൂറത്തുൽ ബഖറയുടെ 20 ആയത്തുകളോളം നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ആ 20 ആയത്തുകൾ മനഃപ്പാഠമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 21 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ അത് എന്നാൽ പിന്നെ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഇന്നൊരു വീഡിയോ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന് തന്നെ അത് പഠിക്കാൻ ഏതെങ്കിലും സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ആത്മാർത്ഥമായ ശ്രമമാണ് ഖുർആൻ നമ്മളിലേക്ക് അടുത്ത് വരുള്ളൂ. നമ്മൾ നാളെ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെയായിരിക്കും ഖുർആൻ നാളെ എന്ന് പറഞ്ഞിട്ട് അകന്നു പോവുക ചെയ്യുക. അപ്പം നമ്മൾ ഉഷാറായിട്ട് ആത്മാർത്ഥമായിട്ട് ഇരുന്ന് ഒരു സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. 1 മണിക്കൂർ മനസ്സിരുത്തിയിരുന്നാൽ നിങ്ങൾക്ക് ഖുർആൻ്റെ അര പേജ് എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാൻ കഴിയുമെന്നുള്ള കാര്യം എനിക്ക് 100% ഷുവറാണ്. അതുകൊണ്ട് 1 മണിക്കൂർ എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ ഒരു സമയം കണ്ടെത്തി ആ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പടച്ചവൻ നമുക്കെല്ലാവർക്കും എളുപ്പമുള്ളതാക്കി തരട്ടെ. അതിൻ്റെ എളുപ്പ വഴികൾ നമുക്ക് കാണിച്ചു തരട്ടെ. ആമീൻ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين. അപ്പം നമുക്ക് 21-ാമത്തെ ആയത്ത് പഠിക്കാം. അതിനു മുമ്പേ ഒരു കാര്യം കൂടി, നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കുക എന്നുള്ളത് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം നിങ്ങൾ കമൻറ്റുകളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റുകളൊന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ആർക്കൊക്കെ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുന്നുള്ള ചില ഐഡിയകളുണ്ട്. അത് ഇന്നലെ പറഞ്ഞ പോലെ മുത്തുകളായിട്ട് കോർത്ത് പഠിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ പഠിക്കാം. ഇന്ന് വേറൊരു ഐഡിയ വന്നിട്ടുള്ളത്, അങ്ങനെ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കാം. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പഠിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കയറ്റുക എന്നതാണ് ഏറ്റവും വലിയ പാർട്ട്. അതിനുശേഷം അത് പിന്നെ എളുപ്പമായി, ബാക്കിയാണ് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമായി. നമ്മൾ കൃത്യതയോടെ ചെയ്താൽ മാത്രം മതി. അപ്പം അതിനുള്ള ട്രിക്കുകളാണ്. ചില ആൾക്കാർക്ക് ഉറക്കെ വായിച്ചാലാണ് പെട്ടെന്ന് മനസ്സിൽ പതിയുക, ചില ആൾക്കാർക്ക് മനസ്സിൽ വായിച്ചാലാണ് തലയിൽ കയറുക. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതായാലും യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും ഇങ്ങനെ ജോയിൻ്റ് ചെയ്താണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം മനസ്സിൽ ഉറക്കെ ഓതാതെ മനസ്സിലോതി പഠിക്കുന്ന ആൾക്കാർക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും അങ്ങനെ അത് മനസ്സിൽ 5-6 പ്രാവശ്യം ആദ്യം ഒരായത്ത് ഫുള്ളായിട്ട് ഒരു 5 തവണ ഫുള്ളായിട്ട് ഓതുക. അതിനുശേഷം മനസ്സിൽ കയറ്റുന്നത് വരെ മനസ്സിൽ ഇങ്ങനെ കയറ്റി അതായത് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും.
അതിനുശേഷം വല്ലതി ഹലകക്കും വല്ലദീന മിൻ ഖബലിക്കും. അങ്ങനെ ഓതി 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 പിന്നെ മനസ്സിൽ കയറി എന്ന് നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഉറക്കം ഓതിയിട്ട് ഞാൻ പറഞ്ഞ പോലത്തെ 20 തവണ 10 തവണ നോക്കിയിട്ടും 10 തവണ കാണാതെയും ഓതുക. അത് എല്ലാ വക്തിലും 5 വക്ത് നമസ്കാരത്തിനും നിങ്ങൾ ഡെയിലി അത് മസ്റ്റായിട്ട് ഓതു തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് അത് മാഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ പഠന രീതി തുടങ്ങാം. ഈ ആയത്തിനെ നമുക്ക് 3 ഭാഗങ്ങളാക്കാം. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും ഒരു ഭാഗം, അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും 2 ഭാഗം, ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ. ഓക്കെ. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും, യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും. വീണ്ടും പറയുകയാണ്, വിരൽ വെച്ച് ഓരോ അക്ഷരങ്ങൾ സൂക്ഷ്മതയോടെ നോക്കി ഓതണം. അത് മനസ്സിൽ ഓതുന്നവരായാലും ഉറക്കി ഓതുന്നവരായാലും അതങ്ങനെ തന്നെ ചെയ്യണം. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും, യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കും. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ പതിയുന്നവരെ ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിയുന്നതുവരെ എല്ലാവരും മസ്റ്റായിട്ട് ഓതു തന്നെ വേണം. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം, അടുത്ത പോർഷനിലേക്ക് പോവാം. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, 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 അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ. ഈ പോർഷൻ, രണ്ടാമത്തെ പോർഷൻ മനസ്സിൽ പതിയുന്നവരെ നിങ്ങൾ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ, 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 ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ. ഇതും അതേപോലെ തന്നെ മനസ്സിൽ പതിയുന്നവരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാം. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ. ഇപ്പോൾ ഈ ആയത്തുകൾ മുഴുവനായും നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 20 തവണ 10 തവണ മനസ്സിലും 10 തവണ നോക്കിയും ഓതു തന്നെ വേണം. മസ്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഓരോ ഈ പഠിച്ച ഭാഗങ്ങൾ ഓരോ 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും 10 തവണ നോക്കിയും 10 തവണ കാണാതെയും ഓതിക്കൊണ്ടിരിക്കുക. പിന്നെ ഫ്രീ കിട്ടുമ്പോഴൊക്കെ ഈ പഠിച്ച ഭാഗങ്ങൾ ഇങ്ങനെ ഓതുക. ഇത് തന്നെയാണ് ഖുർആൻ പഠിക്കുന്ന ഏറ്റവും രീതി. ഏറ്റവും സമയം കിട്ടുന്ന പോലെ എത്രത്തോളം സമയം കിട്ടുന്നു അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുക, ഓതിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഖുർആനായിട്ട് അടുക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോവാം.